കൂടുന്നുണ്ടേ. സാധാരണ ഭാര്യമാർക്ക് ഭർത്താവ് റൊമാൻറ്റിക് ആകാത്തതിലാണ് വിഷമം. എന്റെ ഭാര്യയ്ക്ക് മാത്രം അതെല്ലാം കൂടുതലാണെന്നാ തോന്നുന്നു. പോ. ഹലോ, ഭയങ്കര ആലോചനയിലാണല്ലോ. എന്ത് പറ്റും മോളെ? പരീക്ഷ പാടായിരുന്നോ? ഏയ്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെന്തിനാ ഇത്രയും വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ല, എനിക്ക് അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ട്. നിനക്ക് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്? എന്താ നിന്റെ പ്രശ്നം? അവള് നിന്നെ പോലെ അല്ല, എങ്ങനെ എഴുതിയാലും പാസ്സാവും. അത് ശരിയാ, മഹിമയ്ക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ. പക്ഷേ പരീക്ഷ എഴുതാതെ പാസ്സാവാനുള്ള ബുദ്ധിയൊക്കെ ഇവൾക്കുണ്ടോ? നീ എന്തൊക്കെയായി പറയുന്നേ? എന്താടി, സാധാരണ നിന്റെ നാക്കിന് ഭയങ്കര നീളമാണല്ലോ, ഇപ്പൊ നിനക്കൊന്നും പറയാനില്ലേ? മഹിമേ, എന്താ മോളെ പ്രശ്നം? സ്വപ്ന എന്തിനെ കുറിച്ചായി പറയുന്നേ? അവൾക്ക് അതിനെക്കുറിച്ച് പറയാൻ ബുദ്ധിമുട്ട് കാണും. എല്ലാവരുടെയും മുമ്പിൽ വലിയ പഠിപ്പിസ്റ്റായിട്ട് നടന്നിട്ട് ഇപ്പൊ പരീക്ഷയുടെ അന്ന് ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങുമായിരുന്നെന്ന് എങ്ങനെയാ പറയാ? എന്തൊക്കെയാ മോളെ നീ മഹിമയെക്കുറിച്ച് പറയുന്നത്? മഹിമയെക്കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും വല്ലാതെ നൊന്തുവല്ലേ? എന്നെ കുറിച്ച് മിക്ക ദിവസവും ഗിരിയേട്ടൻ ഇങ്ങനെ പറയുമ്പോ അമ്മയ്ക്ക് ഒരു വിഷമവും തോന്നാറില്ലല്ലോ. ഞാൻ ഇല്ലാത്ത കാര്യങ്ങളല്ലല്ലോ പറയുന്നത്. ഞാൻ പറഞ്ഞത് നടന്ന കാര്യം തന്നെയാ. ഡി, നീ പരീക്ഷ എഴുതിയോ? പറ മോളെ. പറയാനൊന്നുമില്ല, അവളുടെ മൗനം തന്നെ അവളുടെ കുറ്റസമ്മതം. ഇനി അത് പോരെങ്കിൽ തെളിവ് ഞാൻ തരാം. ഇത് നിന്റെ പരീക്ഷ നടന്ന അതേ ദിവസം എടുത്ത വീഡിയോ അല്ലേ? ഈ കേട്ടത് സത്യമാണോ? പറ മഹിമേ. ഞാൻ പരീക്ഷ എഴുതിയില്ല. ആ വീഡിയോയിൽ കാണുന്നത് ഞാൻ തന്നെയാ. പോരെ? ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമായല്ലോ. അവള് പരീക്ഷ എഴുതുന്നതിന് പകരം കാമുകന്റെ കൂടെ സിനിമയ്ക്ക് പോവായിരുന്നു. കാമുകനും? നീ ഇഷ്ടത്തിന് ഓരോന്ന് വെറുതെ കൂട്ടിച്ചേർക്കണ്ട. പിന്നെ പരീക്ഷ എഴുതാതെ ഒറ്റയ്ക്ക് അവള് തിയേറ്ററിൽ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ തിയേറ്ററിലും പാർക്കിലും ഒക്കെ എന്ത് ചെയ്യായിരുന്നു എന്ന് പുറകെ നടന്ന് കണ്ടുപിടിക്കാൻ ഗിരിയേട്ടന് ഭയങ്കര ആവേശമായിരുന്നല്ലോ.